ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും വിഷുവൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചിരിക്കുകയാണല്ലേ? ഇത് വിഷുവിൻ്റെ തലേദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ തിരക്കൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ഇന്നാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ലുലുവിലോട്ടാണ് പോകുന്നത്. അപ്പോൾ വിഷുവിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തു നമ്മൾ ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ താമസിക്കുന്ന അടുത്ത് നിന്ന് അധികം ദൂരമില്ല ലുലുവിലേക്ക്, പെട്ടെന്ന് ഇങ്ങോട്ട് എത്താൻ പറ്റും. അപ്പോൾ ഇന്ന് വിഷുവിൻ്റെ തലേദിവസമൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ലുലുവിലെത്തിയപ്പോൾ തന്നെ കുറച്ച് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ വിഷുക്കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയി. ഇപ്പോൾ ഇതാ കണി വെള്ളരി അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങി. അതാ മുന്തിരിയൊക്കെ എല്ലാവരും എടുത്തിട്ട് എല്ലാം ഇങ്ങനെ അടർന്ന് വീണൊക്കെ കിടക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതിൽ നിന്ന് നല്ലതൊക്കെ നോക്കിയെടുത്തു. പിന്നെ നമുക്ക് അധികം ടൈമൊന്നും സ്പെൻഡ് ചെയ്യാനില്ല, കാരണം ഇന്ന് വിഷുവിൻ്റെ തലേദിവസം ഇത് കാരണം എല്ലായിടത്തും പടക്കമൊക്കെ പൊട്ടിക്കുമല്ലോ. അപ്പോൾ ചിക്കു വീട്ടിൽ ഒറ്റക്കാണ്, അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ അവന് പേടിയാകും. അതുകൊണ്ട് തന്നെ വേഗം എല്ലാം വാങ്ങുവാണ്. പിന്നെ നമ്മൾ പുറത്തൊക്കെ അന്വേഷിച്ചിട്ട് കിട്ടാനൊരു സാധനം ഇവിടെ ഉണ്ട് കേട്ടോ, കണിക്കൊന്ന. നമുക്ക് കിട്ടാതെ വന്നിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കണിക്കൊന്ന വാങ്ങി വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു പാക്കറ്റിന് 67 രൂപയാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കളുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഇത് കണ്ടത്. കണി വെക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ഓരോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ടൈമിൽ നമ്മൾ ബാക്കിയെല്ലാം വാങ്ങിപ്പോയായിരുന്നു, അതുകൊണ്ട് പിന്നെ അത് വാങ്ങിയില്ല. അതാ നാളത്തേക്ക് സദ്യക്ക് വേണ്ടിയിട്ടുള്ള ഇലയും കൂടി വാങ്ങി നമ്മളിതാ ബില്ല് ചെയ്യാൻ പോവുകയാണ്. അപ്പം എന്താണെന്ന് അറിയില്ല, ബില്ല് ചെയ്യണ കൗണ്ടറിൽ അധികം ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ബില്ല് ചെയ്ത് നമ്മൾ സാധനമൊക്കെ വാങ്ങി ഇറങ്ങി. പിന്നെ ഇപ്പം നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. തിരിച്ച് നമ്മൾ വേഗം എത്തി കേട്ടോ. ബ്ലോക്കൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വീട്ടിൽ വന്നു കണി വെക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ മാറ്റി വെക്കുകയാണ്. ഇനി ഇതൊക്കെ കഴുകിയൊക്കെ എടുത്ത് വെക്കണം. അപ്പം അടുത്തൊക്കെ പടക്കം പൊട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരാൾ ഇവിടെ ഇങ്ങനെ നടക്കുകയാണ്. അവൻ എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല പടക്കം പൊട്ടുന്നത്. അവന് പുറത്ത് പോയിട്ട് നോക്കണം പടക്കം എന്താണ് ഈ സൗണ്ട് കേൾക്കുന്നതെന്ന്. പേടിയാണ്, എന്നാൽ അവനത് പുറത്തിറങ്ങി അത് കാണുകയും വേണം. അപ്പോൾ ഏട്ടൻ്റെ അവനെയും കൊണ്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവൻ എന്താ സംഭവം എന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പടക്കം പൊട്ടുന്ന സൗണ്ട് കേൾക്കാൻ വീണ്ടും അകത്തേക്ക് വരും, പിന്നെയും പുറത്തേക്ക്. അപ്പോൾ ഏട്ടൻ അവൻ്റെ കൂടെ തന്നെ നടക്കുമായിരുന്നേ. അപ്പോൾ ഈ ടൈം കൊണ്ട് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കഴുകിയൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. അങ്ങനെ പിന്നെ ഏട്ടൻ കണിയൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ചിക്കുവിന് ഇത് എന്താ സംഭവം എന്ന് അറിയാണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോഴത്തേക്കും പടക്കത്തിൻ്റെ സൗണ്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവന് വീണ്ടും ഒന്ന് പുറത്തിറങ്ങണമെന്ന് പറഞ്ഞു. പിന്നെ പുറത്തൊക്കെ ഇറക്കി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.